Hello guys, welcome back to my YouTube channel. Dance reels ഒക്കെ എടുക്കാറ്. ദൈവമേ, ഒരു കാട്ടില് പെട്ട അവസ്ഥ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ അൽനൂർ ഐലൻഡിൽ വന്നേക്കാം കേട്ടോ. ഇപ്പോഴുണ്ടല്ലോ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം എന്ന് വിചാരിച്ച് വന്നേക്കാണ്. നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് നിറച്ചും പൂക്കളും ചെടികളും ആ ഒരു ഏരിയ അങ്ങനെയാണ്, ഫുൾ അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യും, ഡാൻസ് ഷൂട്ട് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഡാൻസ് റീൽസും ഒക്കെ എടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. നമുക്ക് ഇപ്പോഴും ഗാർഡനിലേക്ക് പോയിട്ടില്ല, ബട്ടർഫ്ലൈ ഗാർഡൻ ഇടയ്ക്ക് പോയിട്ടില്ല. പോകുന്ന വഴി തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം. നമുക്ക് അങ്ങോട്ട് പോവാം. പയ്യെ അകത്തേക്ക് കിടന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെയാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഇതിൻ്റെ അടുത്താണ്ടോ നമ്മൾ താമസിക്കുന്നത്, പക്ഷെ ഇതുവരെയായിട്ടും ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ചെടികളും കുറേ ബട്ടർഫ്ലൈയും ഉണ്ട്. സംഭവം ഇത് നമുക്ക് ഇങ്ങനെ ഈ നാരങ്ങ കണ്ടോ, അതിൽ തേനൊക്കെ മിക്സ് ചെയ്തിട്ട് അവരിങ്ങനെ വെച്ചേക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എടുത്താൽ ബട്ടർഫ്ലൈ നമ്മുടെ കയ്യിലേക്ക് വരും. അങ്ങനെ നമുക്ക് കുറച്ച് നിൽക്കാം. ജാനിക്കുട്ടിക്ക് നല്ല പേടിയായിട്ടാണ് കൈ കാണിക്കും, പപ്പ പിടിക്കാം. പുള്ളിക്കാരി ഒരു വിധത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് നല്ല പേടിയായിരുന്നു, അവള് പിടിച്ചുമില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് പിടിപ്പിച്ചൊന്നുമില്ല കേട്ടോ. കണ്ട കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഇതിന് ഫീ വരുന്നത് ഇവിടേക്ക് ഒരാൾക്ക് 35-40 dirhams ആണ്. കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു അടിപൊളി സ്പേസ് ആണ്. കാരണം അവർക്ക് ഓടി നടക്കാം, ഇതുപോലെയൊക്കെ കാണാം, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് ഫുള്ളും ഒരു ചെറിയ ഒരു സ്പേസ് ആണ്. ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈ, പിന്നെ നമുക്കിങ്ങനെ ഇതിനൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഓടിയൊക്കെ നടത്താം. അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫീ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയിട്ട് വേണം വരാനായിട്ട്. കൈ പിടിച്ചോ, കൈതാ കുഞ്ഞിതിനെ പിടിച്ചോ. കൈ വെക്കുന്നു, കൈ വെക്കണം. നോക്കൂ, വെച്ചു 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 ഇവിടെ വെക്കും. കയ്യിൽ വെക്കും, കൈ വെച്ചാൽ മതി. കയ്യിൽ വെക്കും, നിങ്ങൾ വെച്ചാൽ മതി, നിങ്ങൾ വെച്ചാൽ മതി. ഓക്കെ. കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ചെറിയ പേടിയിലാണ് പിടിച്ചത്. ഞാൻ വീഡിയോ എടുക്കാൻ കയ്യിലും ഉണ്ട്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കയ്യിലും ഒരെണ്ണം ഇരിക്കുന്നുണ്ടായി.
പേടി ഒട്ടൂല മുഖത്ത്, പേടി ഒട്ടൂല എന്ന് പറയാ മുഖത്ത്. തട്ടിക്കളിക്കാൻ പോളല്ലത്. കിട്ടി 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 പോയി. എന്താടാ സംഭവം? ഈ നാരങ്ങയില് ഇങ്ങനെ കുത്ത, എന്നിട്ട് ഇത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരെണ്ണത്തിന് എടുക്ക. പോയാ വാങ്ങെടുക്ക പാടണ്ട്. അങ്ങനെ കണ്ടോ, ഇതാണ് സംഭവം. പോയി പറന്നുപോയി. നമുക്ക് പണ്ട് പഠിക്കാനുണ്ടായിരുന്നില്ലേ സ്റ്റേജൊക്കെ? എവിടെ? ഇതാണ് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്. ഇനീഷ്യൽ സ്റ്റേജിൽ വളർന്ന് വളർന്ന് ഇത്ര ദിവസം കഴിയുമ്പോൾ അത് POP ആയിട്ട് മാറും. ഓ, പക്ഷെ ഇതൊക്കെ ഒരേ വലിപ്പാണല്ലോ. അത് മാറും, ഓരോ ദിവസങ്ങൾ മാറും. പണ്ട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പഠിക്കാറില്ലല്ലോ. പിന്നെ ക്ലാസ് ഫസ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരനെല്ലാം അറിയോ, കാണുന്ന പോലല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം അതിന് റൗണ്ട് അടിച്ച് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ ഒരു ട്രാപ്പോളിൻ പാത്ത് വേ ഉണ്ട്, അപ്പൊ നമുക്ക് ഇതിൽ കൂടെ വാക്ക് ചെയ്യാം. ആളാകണമെന്നില്ല, ജാനി വെയിറ്റ് വേണം. ആ ജമ്പേ. വെയിറ്റ് വേണം, വെയിറ്റ് വേണം. എനിക്ക് വെയിറ്റ് ഇല്ല, ഞാൻ 39 കിലോ ഉണ്ട്. എന്നെ പോലെ ആൾക്കാർ വന്നാൽ ഇതൊന്നും എന്നെങ്കും പോലും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഇതുപോലെ കുറേ മരങ്ങളും കുറേ കിളികളുടെ സൗണ്ടും ഒക്കെയാണ്. നല്ല രസമാണ് അത് കൂടെ നടക്കാനായിട്ട്. ഈ സീരീസൊക്കെ കാണുന്നവരാണെങ്കിൽ ലോസ്റ്റില് അതൊക്കെ ഓർമ്മ വന്നു എനിക്ക് പെട്ടെന്ന് ഇതിൽ കൂടെ നടന്നപ്പം. അങ്ങനെ നടന്ന് വരുമ്പം അവിടെ ഒരു ഏരിയയുണ്ട്, അവിടെ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം നിൽക്കാം. പിന്നെ അവിടെ ഒരു സ്വിങ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു ചേട്ടനും ചേച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പോയി, അപ്പം നമ്മൾ കയറി അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ കുറേ നേരം, എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ആടാം. പിന്നെ വല്ല ബർത്ത്ഡേയോ എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റണ ഒരു അടിപൊളി സ്പേസ്. അത്രയും നല്ല പിക്സും നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഷൂട്ടൊക്കെ നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾ പോയ ദിവസം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീക്കെൻഡ് ആണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടാവുമായിരിക്കും. ഓഫിൻ്റെ ഒന്നൊക്കെ തിരക്കുള്ള സ്ഥലമാണ്. ദൈവമേ, ഒരു കാട്ടില് പെട്ട അവസ്ഥ. ഫുൾ മരങ്ങളല്ലേ. അങ്ങനെ നടന്ന് നടന്ന് ദേ സമയം പോയപ്പോ മറന്നു. പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എന്താ വേണ്ട ജാനി? ഫുഡാ? എന്ത് വേണം?
പിന്നെയോ വേറെന്നിട്ട് വേണ്ട വേണ്ട. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കുന്നത് നല്ല ഇരുട്ടായിട്ടോ. അപ്പം എന്തായാലും വന്നതല്ലേ, അപ്പം ഇച്ചിരി നേരം കൂടി അവിടെ ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാനായിട്ടൊക്കെ ഉണ്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നൈറ്റ് നല്ല വ്യൂ ആണ്. നടന്നൊരു വഴിയായപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അഫ്ഗാൻ തന്തൂർ എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. നമ്മളിവിടെ കഴിക്കാറ് പുലാവാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഷാർജയിലുള്ളവരാണ് ട്രൈ ചെയ്യുക. ഇത് അഫ്ഗാൻ എന്ന് പറയുമ്പോൾ അഫ്ഗാനികളുടെ പുലാവാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം പോയപ്പം ഇങ്ങനെ കഴിച്ചപ്പോൾ വേണോ വേണ്ടി എന്നിട്ടുള്ള രീതിയിൽ കഴിച്ചതാണ്. പക്ഷെ കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ വിശന്ന് വലഞ്ഞ് പോവുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അതെല്ലാ ഫുഡിനും അങ്ങനെയാണല്ലോ. അങ്ങനെ സമാധാനത്തിൽ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.